മറ്റുള്ളവർക്ക് സഹായമല്ല, വയസ്സായവർക്കാണെങ്കിലും ഇപ്പോൾ അതൊരു സഹായം. മക്കളും ശരിക്കും സുരക്ഷിതമായിട്ട് തന്താനും തള്ളാനും നോക്കാത്തൊരു കാലഘട്ടം. അപ്പോൾ അവർ ഇതേ ആശ്രയിച്ച് നോക്കാറ്. അവർക്കിത് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം. ആ ഗവൺമെന്റ് വരണം തന്നെ എല്ലാം പറയാം. സാധാരണക്കാരനെ ജനങ്ങൾക്ക് പെൻഷൻ ആശ്രയമായിട്ട് കഴിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ ഒരു പെൻഷൻ ഉണ്ടല്ലോ, അത് എഴുതി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടുന്ന ഒരു തുച്ഛമായുള്ള പൈസ ആണെങ്കിലും അത് അവരുടെ ഒരു വരുമാനമാണ്. ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, വയസ്സായ ആൾക്കാരുള്ള വീട്ടിൽ നിന്ന് പോകാൻ നല്ലതാണ് എന്തായാലും. അപ്പൊ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് പിന്നെ ഇതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം, അതുകൊണ്ട് ജീവിച്ചു പോകണം. ഈ 50-55 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പല അസുഖങ്ങളായി, പിന്നെ അവർക്ക് മരുന്ന് വാങ്ങാനും മറ്റേതിനൊന്നും സാധാരണ കാശുണ്ടാവില്ല. അപ്പം അത് വലിയൊരു ഉപകാരമാണ്. ഈ സാധാരണക്കാർക്ക് ഇപ്പൊ പെൻഷൻ കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രതീക്ഷയാണ് ഒരു മാസം ആകുമ്പോൾ പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ നമുക്കൊരു 2000 റുപ്യ കിട്ടാന്നുള്ള പ്രതീക്ഷ. ഇത് കിട്ടിയിട്ട് അവർക്ക് അവരുടെ മാസം അവരുടെ ചെലവും മരുന്നും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. സാധാരണ നല്ല ഗുണമാണ്, നല്ല കാര്യമാണ്.